ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഇന്നെല്ലാം സ്കൂളൊന്നും ഇല്ലാത്തതാണ് നമ്മൾ വൈകിയാണ് എണീറ്റേക്കുന്നത്. അപ്പോൾ ഈ ചായയൊക്കെ വെച്ച് ഞാൻ അടുക്കള എത്തുമ്പോഴേക്കും ആയിരം എണീറ്റ് വരാറുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ ചായ വെച്ചതാണ്. അപ്പോൾ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പൊങ്ങി വന്നിട്ടുണ്ടാകുന്ന അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി പൊങ്ങി വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊക്കെ തന്നാണ്. അപ്പോൾ മക്കളെ എണീക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ പോയി നോക്കാമല്ലോ എന്ന് ഓർത്ത് പോയി നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. പൊതച്ചു മുടി കിടന്നുറങ്ങണേണ് ഇമ്പ്രൂവ്. അരുണ് എത്ര പ്രാവശ്യം പൊതപ്പിട്ട് കൊടുത്താലും അയ്യോ ചവിട്ടിക്കളയും. അപ്പം ഞാൻ ചായ കുടിച്ചു, മക്കൾക്കുള്ള ചായ മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് ചായ കുടിച്ച് ഇക്കാനെ ഫോണൊക്കെ വിളിച്ചാൽ നിൽക്കില്ല. അപ്പോൾ ഇക്കാനെ ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയർ എണീറ്റ്. അപ്പോൾ ഇമ്പ്രൂവ് പൊതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ച് ഞാനാണെന്ന് ഓർത്തിട്ട് അയർ പോയി ഇമ്പ്രൂവിനെയും വിളിച്ച് എണീപ്പിച്ചിട്ടാണ്. അപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ ഒരു പുന്നാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ മക്കൾക്കും. ഇമ്പ്രൂവിനും ഉണ്ടായിരുന്നു. ഇമ്പ്രൂവിന് ഇപ്പോൾ അയർ വന്നതിന് പിന്നെ അങ്ങനെ ഇല്ല. അപ്പോൾ അതേ എണീറ്റ് പിന്നെ അയറോട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ അയറോട്ട് ചിരിക്കുന്നുണ്ട്. നോ രക്ഷ, ഒരു ചിരിയുമില്ല. അതൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയി പല്ലേപ്പിച്ച് മോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയറു ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് തന്നെ പാട്ട് ഇട്ട്. അപ്പോൾ അയർ ഡാൻസ് കളിക്കും. അപ്പോൾ ഞാൻ അയറിന് വേറെ പാട്ട് വെച്ചു കൊടുത്ത്. അപ്പോൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ സീനാണ് ഇത്. അയർ ഏത് പാട്ട് എവിടെ കേട്ടാലും ഇപ്പോൾ ഒന്നില്ലെങ്കിൽ കൈകൊട്ടു അല്ലെങ്കിൽ വെറുതെ കിടന്ന് ചാടെ എത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ രാവിലെ തന്നെ ഇമ്പ്രൂട്ട് ചോദിച്ചപ്പോൾ ഇമ്പ്രൂവിന് ഇഡ്ഡലി വേണ്ട അമ്മി ദോശ മതി എന്ന് പറഞ്ഞാൽ. എനിക്ക് ദോശയും സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ ഇമ്പ്രൂ കളിക്കുന്ന ചെറുത്തിലാണ്. ഇപ്പോൾ സൈക്കിൾ പുറത്തിറങ്ങിയതുകൊണ്ട് ഭയങ്കര സൈക്കോട്ടിലും അപ്പുറത്തേക്കാകെ ഫുട്ബോൾ കളിക്കാൻ വിളിക്കലും. അപ്പോൾ ഇമ്പ്രൂവിന് കളിക്കുന്നതിന് ഭയങ്കര ജോറാണ്. അതിൻ്റെ കൂടെ അയറും പോകും കേട്ടോ. അയറുവിൻ്റെ ഇടയിൽ പോയി നിൽക്കും. അപ്പോൾ അയറുവിനെ ഞാൻ കൊണ്ടുവന്ന ഉടുപ്പൊക്കെമാർ സ്നഗിയൊക്കെ മാറ്റി മേലൊക്കെ കഴിപ്പിച്ചിട്ട് വിട്ട് അവിടുത്തെ താത്തയുണ്ട്. അവളായിട്ട് ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ്. ആദ്യം പോകില്ലായിരുന്നു, ഇപ്പോൾ പോവും. അപ്പോൾ അതേ അവൻ പോയി. പിന്നെ അതേ അവൻ്റെ സൈക്കിൾ കഴിഞ്ഞിട്ട് അവിടെ തിക്കാകനെ സൈക്കിൾ ഓടിക്കുന്ന സീനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തിക്കാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇട്ടു അവൻ ഓടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് വീണായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോഴും വീണത്. അതിന് മുമ്പ് നല്ല റൗണ്ട് അടിച്ച് പോയി. അതൊക്കെ കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഇമ്പ്രൂവിനെ എറിഞ്ഞ് കുളിപ്പിച്ച് അയറൂനെ ഉറക്കി. അപ്പോൾ ഇമ്പ്രൂവിനൊരു പൂതി ബിരിയാണിയൊക്കെ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധനങ്ങളെല്ലാം മേടിക്കണം. അപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് കട ചോദിച്ചപ്പോൾ ആ ഓർഡർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അയറും എണീറ്റൊക്കെ എന്നപ്പോൾ ഞങ്ങൾക്ക് കടയിൽ പോകണമായിരുന്നു പാൽ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഞങ്ങളിതേ പോകണേണ്. അപ്പോൾ ഇമ്പ്രൂവ് കളിച്ച് മതിച്ചിട്ട് ഉടുപ്പിലൊക്കെ മണ്ണും പൊടിയൊക്കെ എണിച്ച് എന്നിട്ട് വേണം മേലേൽപ്പിക്കാൻ. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കടയിലേക്ക്. അപ്പോൾ കടയിൽ പോയി വന്നപ്പോഴേക്കും നമ്മൾ കടയിൽ പോയി 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കണം. ചായ കുടിക്കാനുള്ള മൂടൊന്നും ഉണ്ടായില്ല ആ ടൈമിങ്ങിൽ. എന്നുവെച്ചാൽ ഞാൻ ഭക്ഷണം കഴിച്ചത് വഴിയാണ് അവനിക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ അവനിക്കും അപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അയറും കൂടി വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അയറോടെ ചിരിക്കാൻ പറഞ്ഞാണ്. ചിരിച്ച് കഴിയുമ്പോൾ കരയാൻ പറഞ്ഞാൽ കരഞ്ഞ പോലെ ആണെങ്കിൽ, പിന്നെ കളിയാക്കാൻ പറഞ്ഞാൽ നാക്കിട്ടിട്ട് ഇങ്ങനെ കാണിക്കും. അതാണ് അയറിൻ്റെത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ചായ വെച്ചായിരുന്നു. ചായ കുടിച്ചു. അപ്പോൾ ഇമ്പ്രൂവിനൊരു ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ക്രീം ബണ്ണ്. അതും കൊടുത്തു. ചായയും കൂടി കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് വേണം ഇമ്പ്രൂവിനെ പഠിക്കാനിരുത്തണം. പിന്നെ മഗ്‌രിബ് ഞാൻ യാസീനും കാര്യങ്ങളൊക്കെ ഓതും. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇമ്പ്രൂവിനെ പഠിപ്പിക്കാനിരുത്തിയത്. ശനിയാഴ്ച ഞാൻ ഇരുത്തിയായിരുന്നു. അപ്പോൾ ഫുള്ള് എഴുതണ്ടല്ലാത്ത അവൻ ഇന്ന് എഴുതിക്കോളാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇന്നലെ എഴുതിപ്പിച്ച് ഇന്നും എഴുതിപ്പിക്കാനിരുത്തി. പഠിപ്പിച്ച് കൊടുക്കണമല്ലോ അതിൻ്റെ ഒപ്പം വരുന്നത്. അപ്പോൾ അയറുവിന് ഒരു ബുക്കും പെൻസിലും കൊടുത്ത് അയറും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതേ അവൾക്ക് എങ്ങനെ പോയാലും അവൻ്റെ കയ്യിൽ എന്തിരിക്കുന്നത് അതാണ് ആവശ്യം, അത് എന്ത് സാധനമാണെങ്കിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ഒരു ഫുഡൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അയറുവിനെ മേലേൽപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കാക്കനെ ഭയങ്കര സോപ്പിടലാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഇത്രയൊക്കെ ഉള്ളൂ എങ്ങനെയൊക്കെ പോയാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് അടിക്കാനും മറക്കാം. എന്ത് കമൻറ്റ് ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.